കാർഷിക വ്യാവസായിക മേഖലകൾക്ക്. അവിടേക്ക് നമ്മൾ പോകുമ്പോഴാണ് 1970കളിലേക്ക് നാം ഒന്നോടെ തിരിച്ചു പോകണം. 1970കളിൽ ഒരു ഐക്യമുന്നണി ഗവൺമെൻറ് വരുന്നു. ഐക്യമുന്നണി ഗവൺമെൻറ് 73 മുതൽ 78 വരെ ഐക്യമുന്നണി ഗവൺമെൻറ്, അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ഐക്യമുന്നണി ഗവൺമെൻറ്. ഈ ഐക്യമുന്നണി ഗവൺമെൻറ്റിൽ ഒരു TV തോമസ് എന്ന ഒരു വ്യവസായ മന്ത്രിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. TV തോമസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഗൗരി അമ്മയുടെ ഭർത്താവായിരുന്നു TV തോമസ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു TV തോമസ് എന്ന വ്യവസായ മന്ത്രി, അദ്ദേഹം മിടുക്കനായിരുന്നു, വ്യാവസായിക രംഗത്ത് നല്ല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ആ ഐക്യമുന്നണി ഗവൺമെൻറ്, അത് അച്യുതമേനോനാണ് ഐക്യമുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ എത്ര നല്ല കാഴ്ചപ്പാടുള്ള ഒരു മന്ത്രിസഭയായിരിക്കണം ഐക്യമുന്നണിയുടെ മന്ത്രിസഭ എന്ന് നാം ഓർക്കണം. ആ സമയത്ത് KPP നമ്പ്യാരെ കൊണ്ടുവന്ന് കെൽട്രോൺ തുടങ്ങുന്നു. KPP നമ്പ്യാര് ലോക പ്രശസ്ത വ്യവസായിയായി മാറി. പക്ഷേ അത് കേരളത്തിന് പ്രയോജനം ചെയ്തില്ല. കാരണം എന്താണ്? ഇവിടെ അപ്പോഴേക്കും ലേബർ മിലിറ്റൻസി, തൊഴിലാളി യൂണിയനുകൾ 1960കളിലൊക്കെ പിച്ച വെച്ച് തുടങ്ങിയ തൊഴിലാളി യൂണിയൻ വളരെ സ്ട്രോങ് ആയി 1970 ആയപ്പോഴേക്കും KPP നമ്പ്യാർക്ക് ഇവിടുത്തെ വ്യാവസായിക രംഗം പച്ച പിടിക്കില്ല എന്ന ധാരണയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കെൽട്രോണിൽ നിന്ന് സ്വന്തം പദവിയും വേണ്ടെന്ന് വെച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അദ്ദേഹം സ്വന്തം ബിസിനസ്, സ്വന്തം വ്യവസായം നടത്തുകയാണ് ഉണ്ടായത്. അന്നു മുതലേ KPP നമ്പ്യാരെ പോലെയുള്ളവരെ ഇവിടെ നാം സംരക്ഷിച്ച് വ്യവസായത്തെ സംരക്ഷിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ നന്നായിരുന്നേനെ. ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയേനെ. ഇപ്പോൾ പോലും നമുക്ക് 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുമ്പോൾ കേരളം എങ്ങനെ ഇരിക്കുമെന്ന ആശങ്കയാണുള്ളത്. പക്ഷേ നമുക്കിപ്പോഴും സാധ്യതകളുണ്ട്. 2037 ആകുമ്പോഴത്തേനും കേരളത്തെ വികസിത കേരളമാക്കി മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അത് വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുമോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഈ KPP നമ്പ്യാർ പോകുന്നു, കെൽട്രോണ് തുടങ്ങി, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആ സമയത്തൊക്കെ ഉള്ളത് മിക്സഡ് ഇക്കോണമി ഒരു സെനാറിയോ ആണ് ഇന്ത്യയിലുള്ളത്. അപ്പം പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനമാകട്ടെ, അതാ സ്വകാര്യ വ്യവസായങ്ങളാകട്ടെ, ഒന്നും ഇവിടെ പച്ച പിടിക്കാൻ സമ്മതിക്കാത്ത ഒരന്തരീക്ഷമാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ, അതായത് ലേബർ മിലിറ്റൻസി എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പോൾ അത് നോക്കുകൂലി അതിൻ്റെ എക്സാമ്പിളാണ്. ലേബർ മിലിറ്റൻസി ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു. നിയമം കൊണ്ടുവന്നു, കോടതി ഇടപെട്ടു. അതായത് കോടതി ഇടപെട്ടത് പല തവണയാണ് കോടതി ഇടപെട്ടത്. ISROയിലേക്ക് കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് ഇറക്കാനുള്ള കഴിവ് അവർക്കില്ല, സാങ്കേതിക മികവില്ല. അപ്പം ISROയുടെ ആൾക്കാർ തന്നെ ഇറക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നോക്കുകൂലി വേണം. കോടതി ഇടപെട്ടിട്ട് പോലും നോക്കുകൂലി ചോദിച്ചാണ് അവരിറങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, കോട്ടയത്ത് കഴിഞ്ഞ വർഷം, അതായത് ബസ് ഉടമ ബസ് തുടങ്ങി, തൻ്റെ സേവനകാലത്ത് സമ്പാദിച്ചത് മുഴുവനും കൊണ്ട് ബസ് തുടങ്ങി. പക്ഷേ അതിലും സമരമായി. അവസാനം സമരമായപ്പോൾ സമരം നിർത്തിവെച്ച് ബസ് ഓടാൻ സമ്മതിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അപ്പോഴും റോഡിലിട്ട് ആ ബസ് ഓണറുടെ ചെകിട്ടത്തടിച്ചു. ആ ചെകിട്ടത്തടി കൊണ്ടപ്പോൾ കോടതി ബഹുമാനപ്പെട്ട ദേവൻ രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ, അത് കോടതിയുടെ മുഖത്തേറ്റ അടിയാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ ജഡ്ജിമാരൊക്കെ പറഞ്ഞ പല അനുഭവങ്ങൾ നമുക്കുണ്ട്. കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കാനായിട്ട് നോക്കുകൂലി ചോദിച്ച് ഒരു രാത്രിയും ഒരു പകലും തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ പിടിച്ചിട്ട അവസ്ഥ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഇത്ര ഹീനമായ നോക്കുകൂലി. ഇതാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുകയാണ്, മാർക്സ് അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റലിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സാങ്കേതിക വിദ്യ പെട്ടെന്ന് വളരും, അതിനനുസരിച്ച് തൊഴിലാളികൾ തൻ്റെ സാങ്കേതിക നൈപുണി വർദ്ധിപ്പിക്കണം, വികസിപ്പിക്കണം. അങ്ങനെ ചെയ്ത് ജീവിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂലി ചോദിക്കാം, പക്ഷെ നോക്കുകൂലി ഒരു തൊഴിലാളിക്കും അർഹതയുള്ളതല്ല. അത് മാർക്സ് വന്നാൽ ചാട്ടവാറുകൊണ്ട് അത്തരക്കാരെ അടിക്കുമെന്ന് അവർ മനസ്സിലാക്കണം. ഈ നേതാക്കളൊക്കെ ഇക്കാര്യം ഈ നോക്കുകൂലി ചോദിക്കുന്ന ലേബർ യൂണിയൻസിന് പറഞ്ഞു കൊടുക്കണം. അവർക്ക് കഴിവില്ലാത്ത ടെക്നോളജി, അതുമല്ല ഇപ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നറിയാമോ? അതൊന്നും ഞാനിവിടെ ഉദാഹരണത്തിന് എൻ്റെ വീട് പണിയുന്ന സമയത്ത്
1980കളുടെ ആരംഭത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്ന കമ്പിയുടെ ലോഡ് ഇറക്കാനായിട്ട് വലിയ കൂലി ഇറക്കിയെടുത്തി, വളരെ തുച്ഛമായ കൂലിയാണ് മേടിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തൊഴിലാളി യൂണിയനുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര 1000 തരണം. അത്ര 1000 ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അന്ന് ഗവൺമെൻറ്റിൻ്റെ വായ്പ എത്രയാണെന്നറിയാമോ? വീട് പണിക്ക് 30,000 രൂപ. അപ്പം ഞങ്ങളുടെയൊക്കെ ശമ്പളമോ 800 രൂപയിൽ താഴെയാണ്. അപ്പം പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റുക? 86-ലാണെന്ന് ഓർക്കണം UGC വരുന്നത്. അപ്പം എന്നിട്ട് എന്താ ചെയ്തത്? എൻ്റെ ഭർത്താവ് തന്നെ ലോറിയിൽ കയറി ആ കമ്പി മുഴുവനും ഇറക്കി. ഈ യൂണിയൻകാർ നോക്കിയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കമ്പി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പി കെട്ടുപണയും. അപ്പം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് സെൻസുണ്ട്. അത് കാരണം കമ്പി കെട്ട് വീഴാതെ സൂക്ഷിച്ച് തന്നെ ഇറക്കി അവന്മാരെയൊക്കെ അപ്പം വന്നതുപോലെ പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലായ്പ്പോഴും പറ്റിയെന്ന് വരില്ല. ഉദാഹരണത്തിന് സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടിലേക്കാണ് കമ്പി കൊണ്ടുവരുന്നെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ കയറ്റി ഇറക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇതൊരു വീട്ടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ പോലും നോക്കുകൂലി ചോദിച്ചു വരുന്നു എങ്കിൽ, അല്ലെങ്കിൽ കൂലി ഇങ്ങനെ കണ്ടമാനം ചോദിച്ചു വരുന്നു എങ്കിൽ, മിലിറ്റൻസി കാണിക്കുന്നുവെങ്കിൽ, പൊതുജനത്തിൻ്റെ വ്യവസായത്തിൻ്റെയൊക്കെ അങ്ങനെ എന്താ സംഭവിച്ചത്? 1970 80 ആയപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കൈത്തറി വ്യവസായങ്ങൾ, കശുവണ്ടി വ്യവസായം, അതുപോലെ തന്നെ കയർ വ്യവസായം, ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വ്യവസായ ശൂന്യമായ സംസ്ഥാനമായിട്ട് മാറുന്നതാണ് കണ്ടത്. അതിനുശേഷം പല ആവർത്തി ക്രമേണ 2000-കളിലൊക്കെ ഗവൺമെൻറ് നോക്കുകൂലിക്കെതിരെ കോടതി ഇടപെട്ട് അങ്ങനെ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു. ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ISRO ഇഷ്യൂവും അതുപോലെ തന്നെയുള്ള മറ്റ് ഒരുപാട് കേസസ് പിന്നെയും നാം കണ്ടത്. സൂയിസൈഡ്, കണ്ണൂർ ഒരു വ്യവസായം തുടങ്ങാൻ വന്ന് വക്കീലോളം എത്തി അവസാനം സൂയിസൈഡ് ചെയ്യേണ്ടി വന്ന ഒരു പ്രവാസിയെ നമുക്കറിയാം. അതുപോലെ എത്ര പ്രവാസികൾ. അങ്ങനെയാണ് ഇപ്പോഴും കേരളത്തിൻ്റെ മണ്ണ് വ്യവസായ യോഗ്യമല്ലാതിരിക്കുന്നു. എന്നിട്ടോ ഈ കഴിഞ്ഞ ഏകദേശം ഒരു മാസം 2 മാസം മുമ്പല്ലേ നീതി ആയോഗ് കേരളത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം നൽകിയിരിക്കുന്നു, 1ാമത്തെ റാങ്ക് നൽകിയിരിക്കുന്നു. അത്ഭുതം തോന്നി. പക്ഷെ ആ റാങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ എന്താണ് പ്രാരംഭ കാര്യങ്ങളാണ്. 7 ദിവസം കൊണ്ട് ലൈസൻസ് കൊടുക്കുക. ഒരു ചെറിയ ബിസിനസ്സാണ് എങ്കിൽ, പരിധിയുള്ള ബിസിനസ് ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ലൈസൻസ് എടുത്താൽ മതി. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇവിടെ നിയമവശമായിട്ട് മന്ത്രി P. രാജീവ് എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നീതി ആയോഗിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലാണ്. അതേസമയത്ത് ഈ നിയമങ്ങൾ പോലും ഉണ്ടാക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലതിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം എന്ന് കേരളത്തിന് പേര് കിട്ടി. പക്ഷേ എവിടെയെങ്കിലും ഒരു ബിസിനസ് വന്നോ? ഒരു ബിസിനസ് പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ബിസിനസ് വരണം എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നിയമങ്ങൾ അലകും പിടിയും മാറണം. ഇവിടെ വ്യവസായ സൗഹൃദമാകുന്നു എന്ന് ഏട്ടിലെ പശുവായിട്ട് നിന്നാൽ പോരാ, കൃത്യമായിട്ടും വ്യവസായ സൗഹൃദമാകണം.